എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കേരളത്തിലെ യൂട്യൂബേഴ്സ് പറയാത്ത ഒരു ഐറ്റം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ മൊത്തം ഏതാണ്ടൊക്കെ മറ്റേ യൂട്യൂബെല്ലാം സെർച്ച് ചെയ്ത് നോക്കി. ഇതുവരെ പറയാത്ത ഒരു ഐറ്റത്തെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ യൂട്യൂബറിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാനിത് പറയുന്നത്. ഇതൊരു നല്ല ബിസിനസ് സംരംഭമാണ്, വളരെ ചെലവ് കുറഞ്ഞ ഒരു ബിസിനസ് സംരംഭമാണ്. ഇനി ഒരു ബിസിനസ് സംരംഭമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ചെറുകിട കച്ചവടക്കാർക്കും ബാങ്കുകാർക്കും ചെറിയ ബാങ്കുകാർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകാർക്ക് പണമിടപാട് സ്ഥാപനങ്ങൾക്ക് പണയ ഇടപാട് സ്ഥാപനങ്ങൾക്ക് ആർക്കും ഏറ്റവും ചെറിയ കച്ചവടക്കാർക്ക് തൊട്ട് ഉപകാരപ്രദമായ ഒരു സാധനമാണിത്. ഒരു മെഷീനാണ്, ചെറിയ മെഷീനാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ നമുക്ക് ഇതൊരു കച്ചവടമായിട്ട് ഈ ഒരു മെഷീൻ ഒരു കച്ചവടമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ മെഷീൻ ഒരു 600-700 രൂപയ്ക്ക് ആ കടക്കാരന് കൊടുക്കാൻ പറ്റും. അതായത് ചില്ലറ കടക്കാരന്, ഗ്രോസറി കടക്കാരന്, ബേക്കറിക്കാരന്, മരുന്ന് കടക്കാരന്, പാല് കടക്കാരന്, ഹോട്ടലുകൾക്ക്, പച്ചക്കറി കടക്കാർക്ക്, ഈവൻ എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്നൊരു സാധനമാണിത്. അതാണ് ഏറ്റവും വലിയ ഇതിനകത്ത് പ്രസക്തി. അതാണ് എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ പേര് പറയാം, ഫേക്ക് കറൻസി ഡിറ്റക്ടർ. കാര്യം പിടികിട്ടിയല്ലോ. ഫേക്ക് കറൻസി ഡിറ്റക്ടർ. നമ്മൾ ബാങ്കുകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു സംഭവമുണ്ട്. കറൻസി കൗണ്ടിങ് മെഷീനാണ് അവർക്കുള്ളത്. ഈ കൗണ്ടിങ് മെഷീന്റെ കൂടെ തന്നെ ഫേക്ക് കറൻസി ഡിറ്റക്ട് ചെയ്യാനുള്ള സംഭവവും അവർക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും ചെയ്യുക. 100% വിജയം ഉറപ്പാണ്. പിന്നെ നമുക്ക് ഈ ഒരു മെഷീന് ഏകദേശം 600-700 രൂപയ്ക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്താൽ പോലും നമുക്ക് ഒരു 200-250 രൂപ പ്രോഫിറ്റ് കിട്ടും. കാരണം മറ്റൊന്നുമല്ല, ലോക്ക്ഡൌണിന് മുമ്പ് ഈ മെഷീന്റെ കോസ്റ്റ് 300 രൂപയായിരുന്നു. ഇതേ സാധനം നിങ്ങൾ ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 900-1000 റേഞ്ചിലാണ് ഈ സാധനം വിൽക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ റേഞ്ച് മനസ്സിലായല്ലോ. ഇൻ കേസ് നിങ്ങളുടെ മെഷീൻ കണ്ടിട്ട് ആരെങ്കിലും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കയറി നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 900-1000 രൂപ അവിടെയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന 600-700 രൂപയുടെ റേഞ്ചിൽ ഓക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഇനി ലോക്ക്ഡൌണിന് ശേഷത്തെ സാമ്പത്തിക അവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ലോക്ക്ഡൌണിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ 300 രൂപ 350 രൂപ എന്നുള്ള ഒരു 50-100 രൂപ ഈ മെഷീന് കൂടാൻ ചാൻസ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കൂടാൻ ചാൻസ് ഉണ്ടായിരിക്കും. ലോക്ക്ഡൌണിന് ശേഷം മാത്രമേ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്കിൽ പോലും നമുക്കിത് നല്ലപോലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഈ നോട്ട് ഡിറ്റക്ടർ എങ്ങനെ ഫേക്ക് നോട്ട് ഡിറ്റക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ആദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മെഷീൻ. ഇത് നമുക്ക് ആദ്യമായിട്ട് 100 രൂപയുടെ നോട്ട് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. അതെങ്ങനെ കാണിക്കുന്നത് നോക്കാം. ഓക്കെ, അത് ആ മെഷീനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അൾട്രാവയലറ്റ് UV ലൈറ്റാണത്. അതിനകത്തോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് കാണുന്നതെന്ന് നോക്കാം. ഇതിനകത്തോട്ട് വെച്ചപ്പോഴത്തേക്ക് കണ്ടോ ഒരു തിളക്കം കണ്ടോ കുറേ അധികം സ്ഥലങ്ങളിൽ തിളങ്ങുന്നുണ്ട്. ആ ഒരു നമ്പർ തിളങ്ങുന്നത് കണ്ടോ, മുകളിൽ ഈ നമ്പറുകൾ തിളങ്ങുന്നുണ്ട്. അത് റേഡിയം ലൈറ്റാണ് തിളങ്ങുന്നുണ്ട്, നല്ലപോലെ തിളങ്ങുന്നുണ്ട്. അതാണ് ഇത് ഫേക്ക് നോട്ട് അല്ല എന്നതിൻ്റെ തെളിവാണ്. പിന്നെ ഇനി നമ്മളിത് പുറത്തോട്ടെടുത്ത് കഴിഞ്ഞാൽ പുറത്തോട്ടെടുത്ത് നമുക്ക് നോക്കാം. അത് റേഡിയം ലൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് റേഡിയം ലൈറ്റ് ആയതുകൊണ്ടാണ് തിളങ്ങുന്നത്. പുറത്തോട്ടെടുത്ത് നോക്കും. അതിൻ്റെ തിളക്കമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിലാണ് കാണുന്നത്. ഓക്കെ, വീണ്ടും നമുക്കൊന്ന് വെച്ച് നോക്കാം. പിന്നെ ഇത് അതിനകത്ത് നടുക്ക് കാണുന്ന ഒരു വരയുണ്ടല്ലോ, മേളിൽ താഴെ വരെ ഇങ്ങനെ വിട്ടുള്ള വരയുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചു വെച്ചൊന്ന് നോക്കാം. നോട്ട് തിരിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നോക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഒറ്റ വരയായിട്ട് കാണുന്നത്, നല്ല തിളക്കത്തിലൂടെ കാണുന്നത് കണ്ടോ, അതാണ്. അപ്പം അത് ഫേക്ക് നോട്ട് അല്ല എന്നതിന്റെ തെളിവാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒറിജിനൽ നോട്ട് തന്നെയാണെന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെയുള്ള പലവിധ മാർക്കുകളിലൂടെയാണ് നമ്മുടെ നോട്ടുകൾ ഇറങ്ങുന്നത്. ഇനി നമുക്കൊരു 500 രൂപയുടെ നോട്ട് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. ഇപ്പം ആ 100 നമ്മൾ നോക്കി 500 നോട്ട് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. 500 നോട്ട് വെച്ച് കൊടുക്കുമ്പോഴും ഓക്കെ കണ്ടോ, ആ തിളക്കം കണ്ടോ, കുറേ അധികം ഭാഗത്ത് റേഡിയം ലൈറ്റ് തിളങ്ങുന്നുണ്ട്. ഓക്കെ,
അതിനെ നമുക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുത്തു നോക്കാം. തിരിച്ചു വെച്ച് കൊടുത്തു നോക്കുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ, ഭയങ്കര നല്ല അടിപൊളി ഇതായിട്ട് തിളങ്ങുന്നുണ്ടോ. ഇനി നമുക്ക് 2000-ന്റെ ഒരു നോട്ട് വെച്ച് കൊടുത്തു നോക്കാം. അപ്പോഴും അതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. എങ്കിലും നമുക്കൊന്ന് നോക്കാം. 2000-ന്റെ ഇന്ത്യൻ കറൻസിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ ഗാന്ധിജി, അതിന്റെ തൊട്ടപ്പുറത്തുള്ള വലിയ വരകളെല്ലാം തിളങ്ങുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ബാക്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ നല്ലപോലെ തിളങ്ങുന്നുണ്ട്. ഓക്കെ, ഇതാണ്. അപ്പൊ ഇത് നോട്ടിന്റെ കാര്യങ്ങളാണ്. നോട്ട് ഫേക്ക് അല്ല എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചെക്ക് ബുക്ക്, ബാങ്കിന്റെ ചെക്ക് ബുക്ക് ഒന്ന് വെച്ച് കൊടുത്തു നോക്കാം. ചെക്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ചെക്ക് വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ബാങ്കിന് ഒരു സീക്രട്ട് കോഡ് ഉണ്ട്. അവരുടെ ഒരു എംബ്ലം പോലെ, ലോഗോ പോലൊരു കോഡ് ഉണ്ട്. അതായത് ഈ താഴെ കാണുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് കാണുന്നുണ്ട്. ഈ കണ്ടോ, AU എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ. അപ്പം അതാണ് പുറത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഉണ്ട്, പക്ഷെ നമുക്ക് അത്ര കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. ഒക്കെ അതിന് ഒന്നുകൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ഭാഗം തിളങ്ങുന്നതുണ്ടോ. അപ്പൊ അതാണ്, അതുകൊണ്ട് ഇത് ഫേക്ക് അല്ല എന്ന് മനസ്സിലാക്കാം. നമുക്ക് ആർക്കും ചെക്ക് തന്നാലും അത് ശ്രദ്ധിക്കാൻ പറ്റും. ഇനി നമ്മൾ പാസ്പോർട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഒന്നും എഴുതാത്ത ഒരു പേജാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഒന്നും എഴുതിയിട്ടില്ല അതിൽ. അപ്പൊ അതൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം. എന്താ പറയുന്നത്. ഓക്കെ, വെച്ച് കഴിയുമ്പോൾ കണ്ടോ അതിനകത്ത് കുറച്ച് ഡിസൈൻസ് ഉണ്ട്. പൂക്കളുടെയൊക്കെ ഡിസൈൻസ് എടുത്ത് കാണിക്കുന്നുണ്ട് റേസ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഈ പാസ്പോർട്ടിന്റെ ലാസ്റ്റ് പേജ് ഒന്ന് വെച്ച് കൊടുത്താൽ, ലാസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഇതുണ്ടോ, കണ്ടോ മൊത്തം ഭാരത് സർക്കാർ ഭാരത് സർക്കാർ ഭാരത് സർക്കാർ എന്ന് എഴുതിയിരിക്കും. കിടിലല്ലേ, ഇത് തന്നെ സംഭവം അടിപൊളി സാധനമാണ്. അപ്പം ഈ അടിപൊളി സാധനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി. ഇത് അൾട്രാ വയലറ്റ് UV റേസിലാണ് ഈ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നത്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. മെഷീൻ ആമസോണിൽ ഒന്ന് തപ്പി നോക്കാം. ഫേക്ക് കറൻസി ഡിറ്റക്ടർ എന്നോ ഫേക്ക് നോട്ട് ഡിറ്റക്ടർ എന്നോ ആമസോണിൽ കയറി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ വരും. ഇതാണ് മെഷീന്. അതിനകത്ത് പല പടങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇതാണ് സാധനം. അപ്പം അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർ അതിന്റെ ക്യാഷും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഈ ഒരു മെഷീന്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ലോക്ക്ഡൌണിന് ശേഷം ഒരു പീസ് മതിയെങ്കിൽ, ഇപ്പം ബിസിനസ് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത്യാവശ്യം കടക്കാർക്ക് സ്വന്തമായിട്ട് ഒരു പീസ് മേടിക്കാനാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അത് വരുത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ട്, അതിനകത്ത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എല്ലാം എന്ത് സംഭവങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ള അത് എഴുതിയിട്ടുണ്ട്. പവർ എത്ര വേണമെന്നെല്ലാം എഴുതിയിട്ടുണ്ട്. വളരെ ലൈറ്റ് പവറൊക്കെ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ഇതിനകത്ത് ഫേക്ക് നോട്ടുകൾ കണ്ടുപിടിക്കാം. ഒന്ന്, നമ്മളുടെ ബാങ്കിലെ ചെക്ക് ബുക്ക് അത് ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാം. നിങ്ങളത് കണ്ടു കഴിഞ്ഞു. ഓക്കെ. 2, 3, നമ്മളുടെ പാസ്പോർട്ടിൽ എന്തെങ്കിലും, നമ്മളുടെ എല്ലാം മറ്റാരുടെയെങ്കിലും പാസ്പോർട്ട് ആണെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ അത് കൃത്യമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 3 ഉപയോഗങ്ങളാണ് ഈ മെഷീൻ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു 600-700 രൂപ എന്ന് പറയുന്ന ഒരു പ്രശ്നവും ഇല്ല. ആൾക്കാർ എന്താ പറയുന്നതിന് മുമ്പ് എടുത്തു തരും. കറക്റ്റ് അല്ലേ? അവർക്ക് അവരുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് കാണിക്കുക, അവരുടെ ചെക്ക് ബുക്ക് ചെക്ക് ചെയ്ത് കാണിക്കുക, അവരുടെ നോട്ടുകൾ ചെക്ക് ചെയ്ത് കാണിക്കുക. നമുക്ക് ഫേക്ക് നോട്ട് കിട്ടാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഫേക്ക് നോട്ട് കറക്റ്റായിട്ട് അതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഫേക്ക് നോട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും കടയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫേക്ക് നോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇത് അടിപൊളി ബിസിനസ് ആണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾക്കും പൂർണ്ണ വിശ്വാസമുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അത് തീർച്ചയായിട്ടും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഇത് ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ നമ്പർ, ഈ പാർട്ടിയുടെ നമ്പർ, ഇതുണ്ടാക്കുന്നവരുടെ നമ്പർ ഞാൻ തീർച്ചയായിട്ടും തരും. അവര് എനിക്ക് കമന്റിൽ ആവശ്യപ്പെട്ടാൽ മാത്രമേ തരത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ എനിക്ക് നമ്പർ എഴുതി വെക്കാം. നമ്പർ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ചാനലിനും അത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കുന്നില്ല. ആർക്കെങ്കിലും ഈ സംഭവം ആവശ്യമുണ്ടെങ്കിൽ, ഇവരുടെ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്നാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതും കമന്റിൽ തരത്തില്ല, ഇമെയിലായിട്ടേ തരത്തുള്ളൂ. നിങ്ങൾക്ക് പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. എന്ത് ബിസിനസ്, എൻ്റെ ചാനലിൽ കൂടി പറയുന്ന ഏതൊരു ബിസിനസ്സിന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പൈസ മുടക്കാൻ പോവുകയാണെങ്കിലും അതെല്ലാം സ്വന്തം റിസ്കിലായിരിക്കും. കാരണം ഞാൻ ഒരു കമ്പനിയുമായിട്ടും എനിക്ക് യാതൊരു ഡീലിംഗും ഇല്ല. കാണുന്ന കാര്യങ്ങൾ, അടിപൊളി കാര്യങ്ങൾ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്കുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം.